പയ്യന്നൂർ നഗരസഭ 1,09,00,000 രൂപ വരുന്ന വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാമംകുളം പുനർനിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ആ സമയത്ത് തന്നെ നടന്ന യോഗങ്ങളിലെല്ലാം ഈ ആശങ്ക ഇവിടെ ഉയർന്നു വന്നതാണ്. പക്ഷേ അപ്പോഴെല്ലാം എല്ലാം റെഡിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കുമെന്ന 3 വർഷം മുമ്പുള്ള പല്ലവി തുടർന്ന് പറയുകയും ഈ പ്രവൃത്തി കരാറുകാരൻ ആരംഭിക്കുകയും ചെയ്തു. ആ പ്രദേശത്തേക്കുള്ള വഴി ഉൾപ്പെടെ എല്ലാം മണ്ണെടുത്ത് നീക്കിയാണ് ആ ഭാഗം നീക്കം ചെയ്തത്. പക്ഷേ ഈ ഇത്രയും വലിയ പ്രവൃത്തി നടക്കുമ്പോൾ 2 ലക്ഷം കല്ലുകളോളം വേണം എന്ന നിലയിലുള്ള പ്രവൃത്തി നടക്കുമ്പോൾ ആവശ്യമായ മെറ്റീരിയൽ സ്റ്റാക്ക് ചെയ്യാതെയാണ്, ഒരു കല്ല് പോലും ഇറക്കാതെയാണ് ഈ കുളത്തിൻ്റെ 4 ഭാഗവും JCB മിറ്റാച്ചിയും ഉപയോഗിച്ച് മാന്തി മണ്ണെടുത്ത് മാറ്റിയത്. വളരെ ലൂസായ മണ്ണുള്ള ഈ പ്രദേശത്ത് ആ മണ്ണെല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിലേക്കുള്ള റോഡ് സംവിധാനം ഇപ്പോഴും ക്ലിയറായില്ല. സ്വകാര്യ വ്യക്തിയുടെ റോഡാണ്. ആ റോഡ് ഈ കുളവുമായി ബന്ധപ്പെടുന്ന രീതിയിലേക്ക് നഗരസഭാ അധികാരികൾ കൈകാര്യം ചെയ്തില്ല. ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തോടിന് പോലും നല്ല ഒരു വീതിയുള്ള തോടാക്കി താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. പയ്യന്നൂർ നഗരസഭ 9ാം വാർഡിലുള്ള കോറോം കൂർക്കരയിലെ രാമൻകുളം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള കുളമാണ്. 3 വർഷം മുൻപ് കേന്ദ്ര പദ്ധതിയായ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,09,00,000 രൂപ ഉപയോഗിച്ച് പുനർനിർമ്മിക്കാൻ ശ്രമം തുടങ്ങിയതാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഏപ്രിൽ അവസാനമാണ് കരാറുകാരൻ പ്രവൃത്തി ആരംഭിച്ചത്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പ്രാദേശിക യോഗങ്ങളിൽ ഉറപ്പു നൽകിയതുമാണ്. ആവശ്യമുള്ള മെറ്റീരിയൽ സ്റ്റോക്കിംഗ് ഇല്ലാതെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. 1.5 ഏക്കറോളം വിപുലമായ ഈ കുളത്തിന്റെ സമീപത്തുകൂടിയുള്ള വഴികൾ ഉൾപ്പെടെ ഒറ്റഘട്ടത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് ചെങ്കൽ ക്ഷാമം പറഞ്ഞ് പണി നിർത്തിവെക്കുകയും ചെയ്തു. മഴ വന്നതോടെ സമീപ പ്രദേശത്തെ രാജന്റെ ഭവനം പൂർണ്ണമായും തകർച്ചാ ഭീഷണിയിലും മറ്റു ഭവനങ്ങൾ ഭാഗികമായി ഇടിച്ചൽ ഭീഷണിയിലുമാണ്. ഒരു 10-13 വർഷത്തിലധികമായി അമ്മയുടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ 2 ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ രാട്ടൻ പറഞ്ഞു പിന്നെ വഴി ഇങ്ങനെ ഇതാക്കാൻ പാടില്ല. പക്ഷെ അത് അവരൊന്നും അനുസരിച്ചിട്ടില്ല. വരുമ്പോഴത്തേക്കെല്ലാം JCB കൊണ്ട് മാന്തി ഇതാക്കി. അപ്പോൾ നമ്മൾ 1 മീറ്റർ ഇത് പിന്നെ മുറിച്ച ഇത് കീറിയ പിന്നെയാണ് അളവും എടുക്കുന്നത്. അപ്പോൾ 1 മീറ്ററിൽ 1.25 മീറ്ററിലധികം അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയല്ല, ഒരു റോഡായിട്ട് തന്നെ തരുന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇനിയിപ്പം മഴ പെയ്തിട്ടില്ല. ശരിക്കും മഴ പെയ്യുന്നതിന് മുമ്പേ ഇങ്ങനത്തെ അവസ്ഥ. അപ്പം മഴ പെയ്താൽ എന്താ നമ്മളെ വീട് തൊട്ടടുത്താ ഉള്ളത്. അപ്പോൾ പേടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങാത്ര. അപ്പം എന്ത് ചെയ്യുന്നില്ല അറിയില്ല. പണി ആരംഭിച്ചപ്പോൾ കല്ല് സമരമായതുകൊണ്ട് കല്ല് നമുക്ക് ആവശ്യത്തിന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റുകാരൻ പറഞ്ഞ് കല്ല് ആവശ്യത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കാലതാമസം അതിന് വന്നിരുന്നു. 1 മാസം ആകെ നമുക്ക് 2 മാസമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് മഴയും വന്നു. ആ കല്ല് നമുക്ക് ലഭ്യമായി. അപ്പോൾ നേരത്തെ നമ്മളവിടെ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വീട് ഏറ്റവും നന്നായി നമുക്ക് ആ മണ്ണ് ഇടിയുന്ന സന്ദർഭത്തിൽ അതിന് സൈഡ് കെട്ടി മണൽച്ചാക്ക് നിറച്ച് വെച്ച് കല്ല് കെട്ടി ആ വീടിന് ഒരു അപകടവും സംഭവിക്കാത്ത രൂപത്തിൽ നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും രൂക്ഷമായിട്ടുള്ള മഴ വന്നുപോയി. പിന്നീട് പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അവിടെ ലൈനുമായി ബന്ധപ്പെട്ട് കണക്ഷൻ പോകുന്നുണ്ട് 2-3 വീട്ടിലേക്ക്. അത് കണക്ഷൻ മാറ്റി, അതിന് ലേശം അപകടസ്ഥിതി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കണക്ഷൻ മാറ്റി മറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുളത്തിലേക്ക് എത്താനുള്ള റോഡ് ഇപ്പോഴും സ്വകാര്യ വ്യക്തികളുടേതാണ്. ഈ റോഡ് പ്രവൃത്തി ചെയ്യാതെയാണ് കുളത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. കുളത്തിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ 1 മീറ്ററിലേറെ വീതിയിലുണ്ടായിരുന്ന ഓവുചാൽ 50 സെന്റിമീറ്ററായി ചുരുക്കി. കുളത്തിന് സമീപത്തുള്ള ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉൾപ്പെടെ ഈ കുളത്തിൽ പതിച്ച നിലയിലാണ്. ഏത് സമയവും കുളത്തിലേക്ക് പതിക്കുമെന്ന നിലയിൽ ഇവിടെ വേറെയും പോസ്റ്റുകളുണ്ട്. ഇത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്.
വൈദ്യുതി കമ്പികൾ പൊട്ടി പോസ്റ്റുകളടക്കം ഈ കുളത്തിൽ വീണിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമാണുള്ളത്. ഈ സ്ഥലത്തെ ഈ കുളത്തിലെ വെള്ളം പുറത്തേക്ക് അടിയന്തരമായി ഒഴിച്ചു വിട്ടിട്ടില്ലെങ്കിൽ 4 വീടുകൾ നിലംപൊത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വലിയ സൗന്ദര്യവൽക്കരണ സാധ്യതയുള്ള ഈ കുളത്തെ നിഷ്കരുണം ഭരണാധികാരികൾ കൈയൊഴിഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.